നരിവേട്ട കണ്ടു. ദ ഫിലിം വാസ് മെന്റ് ടു ബി എ വെരി റൂട്ടഡ് സീരിയസ് ടേക്ക് ഓൺ ദി വയനാട് ഇഷ്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഇവന്റ് അതിലേക്ക് പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു പടം മുഴുവനായിട്ട് നീങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു തേർഡ് ആക്റ്റിൽ മാത്രമാണ് പടത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ, ഇവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു പരിപാടി നമുക്ക് കാണിച്ചു തരിക. അതുവരെ എത്തിക്കാൻ ഓക്കെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയണ്ടെങ്കിലും ഒരു ഫസ്റ്റ് 2 ആക്ട് ഉണ്ടല്ലോ ഈ ഒരു പടത്തിൻ്റെ, ഭയങ്കര ഡ്രാഗ് ചെയ്ത് വെറുതെ അതിലേക്ക് നമുക്കറിയാം എന്താ നടക്കാൻ പോകണമെന്ന്. സോ അതിലേക്ക് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വളഞ്ഞു മൂക്ക് പിടിക്കണമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു പടം. ഒരു തേർഡ് ആക്ട് കണ്ടിറങ്ങുമ്പോൾ ഒക്കെ ആ ഒരു അതിൽ കാണിക്കുന്ന സീക്വൻസുകളും അതിൻ്റെ മേക്കിങ്ങും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പുള്ള കുറേ സമയത്ത് അറൗണ്ട് ഒരു 3/4 ഓഫ് ദിസ് മൂവി ഈ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ടോവിനെ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ഒരു പടം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത്, ഒരു കോൺസ്റ്റബിളിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ആ ആൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്, ഇതൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് കുറേ സ്ഥലത്ത് ഈ പടത്തിൻ്റെ ഒരു മെയിൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അത് ഇവർക്ക് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് ആക്ച്വലി ഇതിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ വേറെ ആയിരുന്നു. ഒരു ട്രൈബ്സിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് കാണിക്കേണ്ട ഒരു പരിപാടിയാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റബിൾ പെർസ്പെക്റ്റീവ് നിന്ന് കാണിക്കുന്നത്. സോ ഇവിടെ കുറേ കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. ഈ സോഴ്സ് ഓഫ് നോളജോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് അറിയാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വളരെ ചുരുക്കമാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റെയും പകുതിയേ നമുക്ക് കിട്ടുള്ളൂ. സോ ആ ഒരു ക്യാരക്ടറിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത് പെട്ടെന്നൊരു ട്രാൻസിഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇങ്ങർക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ മുമ്പേ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചുള്ളത് കൊണ്ട് നമുക്കൊരു ഭയങ്കര ഒരു കയ്യകലത്ത് നിൽക്കുന്ന ഫീലായിട്ട് തോന്നും പല സമയത്ത് പടം. ഇതിൻ്റെ ആ ഒരു തേർഡ് ആക്റ്റിൽ ആ ഒരു ചിത്രീകരണം അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മേക്കിംഗ്, ആ ഒരു ഷൂട്ട് ഔട്ടിൽ ഉണ്ടാവുന്നൊരു കുറേ വൺ ഷോട്ട് സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. കുറേ മെനക്കെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഒരു മെനക്കെട്ട് ഇതിലെ സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 70% ഓഫ് ദി മൂവി ഇവർ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞ പോലെ എനിക്ക് തോന്നി. ആദ്യത്തെ ഒരു ഫസ്റ്റ് ആക്ട് മുഴുവൻ ഈ ടോവിനോടെ ഒരു ക്യാരക്ടറിൻ്റെ ലവ് സ്റ്റോറിയും ആളുടെ ബാക്ക്ഗ്രൗണ്ടും മൊത്തം ഈ വീട്ടിലെ ദാരിദ്ര്യം ആ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് മനസ്സിലായി. ഒരു 1-2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൊണ്ടോ ഒരു സീക്വൻസ് പോലും ഇല്ലാതെ നമുക്ക് വെറുതെ ഒരു ഗ്ലിംസ് ജസ്റ്റ് ഒരു നറേറ്റ് ചെയ്ത് പോകേണ്ട സാധനം ഇങ്ങനെ വലിച്ചു നീട്ടിയത് നമുക്കറിയാം എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് സിനിമയിൽ ആദ്യത്തെ കുറേ സമയത്ത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇവൻറ്റിലേക്ക് എത്തുമ്പോഴും ഈ പ്രോപ്പർ ക്യാരക്ടർ ഇപ്പോൾ പോലീസുകാർ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ക്യാമ്പിലുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, ദെൻ അവർ തമ്മിലുണ്ടാകുന്ന ചില ബോണ്ട്സുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സുരാജിൻ്റെ ക്യാരക്ടറും ടോവിനോയുടെ ക്യാരക്ടറും തമ്മിലുണ്ടാകുന്ന ബോണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുണ്ടെങ്കിലും ഈ എന്തൊക്കെയോ കുറേ കോംപ്രമൈസ് ചെയ്ത് നമുക്കൊരു ചില സമയത്തൊക്കെ ഇത് കട്ട് ചെയ്ത് പോയതാണോ അല്ലെങ്കിൽ പടത്തിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണോ വേണമെന്ന് വെച്ച് ഒഴിവാക്കിയതാണോ എന്നൊക്കെ പല സമയത്തും തോന്നിപ്പോകുന്ന രീതിയിലാണ് ചില ക്യാരക്ടർ കെമിസ്ട്രി ഒക്കെ ഉള്ളത്. സോ ഒരു പ്രോപ്പർ അറ്റാച്ച്മെൻ്റ് ഒന്നും എവിടെ വരുത്താതെയാണ് ആ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിലേക്ക് എത്തുന്നത്. അവിടെ ഉണ്ടാവുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നുള്ള ആ ഒരു സഡൻ ട്രാൻസിഷൻ ഒരിക്കലും ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു പരിപാടിയാണ്. കാരണം ഇതുവരെ ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഗ്രേ ഷെയ്ഡ് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് ട്രാൻസ്ഫോം ആവണമെങ്കിൽ ഹി ഷുഡ് ബി പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ ഹി ഷുഡ് ബി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ആ ഒരു ക്യാരക്ടറിന് വേണം. അങ്ങനത്തെ യാതൊന്നും ഇല്ലാതെയാണ് പെട്ടെന്നൊരു സഡൻ ചേഞ്ച്. സോ അതുകൊണ്ട് ഭയങ്കര ജനറിക് ആയിട്ട് പല സാധനങ്ങളും ഭയങ്കര അമെച്ചോർഡ് ആയിട്ട് പല സ്ഥലത്ത് ഫീൽ ചെയ്തു. കുറച്ചും കൂടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ടേക്ക് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ രീതിക്കുള്ള ഒരു അത്ര മെച്ചോർഡ് അല്ലാത്ത ഒരു ഓക്കേഷ് മോഡലിലുള്ള പടം. ഇറ്റ് കുഡ് ഹാവ് ബീൻ ലോട്ട് ബെറ്റർ. നമ്മളെ പ്രോപ്പറായിട്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ട, നമുക്ക് കുറേ പേർക്ക് ഈ സാധനം അറിയില്ല ഈ ഒരു ഇഷ്യൂസിനെ പറ്റി. ഇതിൽ ഈ സിനിമയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു 0.5% മാത്രമാണ്. ഇതല്ലാതെയും ഒരുപാട് ഇഷ്യൂസ് ആ ഒരു ഇവൻറ്റിന് പുറകിലായിട്ട് നടന്നിട്ടുണ്ട്. ആക്ച്വലി എന്തിനാണ് അങ്ങനെ ഒരു സമരം എന്ന് പോലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പടത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് പടത്തിൽ കൊടുത്തിട്ടില്ല. അതിനുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ. അത് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് അല്ലാത്ത പോലെയാണ് എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തത്. സോ ഒരു ഇൻകംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആ ഒരു തേർഡ് ആക്ട് മാത്രം വെച്ച് നമുക്ക് ഈ പടത്തിന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. തേർഡ് ആക്ട് നന്നായിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണ്ടാവും, ഓക്കെ ഇവരിങ്ങനെയാണ് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പ്രോപ്പർലി എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ഒരു ഓക്കേഷ് മോഡലുള്ള സാധനമായിരുന്നു. കുറേ കൂടി നന്നാക്കായിരുന്നു എന്നാണ് എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഫീൽ ചെയ്തത്. എല്ലാവരുടെയും കഠിന പെർഫോമൻസും കുറേ കഷ്ടപ്പാടുകളൊക്കെ സിനിമയുടെ പുറകിലുണ്ടെങ്കിലും കാണുന്നത് നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു വളരെ നല്ല പടം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ രീതിക്കൊന്നും എനിക്ക് തോന്നാത്ത ജസ്റ്റ് ഒരു ഓക്കെ മോഡലുള്ള ഒരു പടമായിരുന്നു നരിവേട്ട. കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.